തിരുമൂലദേവൻ്റെ തിരുമന്ത്രം 5-ാം തന്ത്രത്തിലെ പുതിയ ഒരു കാണ്ഡത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. മാർഗശൈവം എന്നാണ് അതിൻ്റെ പേര്. ശൈവത്തിൻ്റെ തന്നെ ഒരു ഉൾക്കാഴ്ചയാണ് നാം ഇവിടെയും ദർശിക്കുന്നത്. നോക്കൂ, പൊന്നൊത്ത ശീലം ശിവസാധനം, ഭൂതിയോടെ സന്മാർഗം മഹാജ്ഞാനം, ദുർമാർഗമേതും തന്നെ തോന്നാതിരിക്കും ബോധം, സന്മാർഗമിവകളെല്ലാം നന്മയായി വരും ശുദ്ധശൈവ ഉള്ളവർക്കെല്ലാം. ശുദ്ധശൈവത്തെ തന്നെ കുറിച്ച് തന്നെയാണ് ഇവിടെയും പറയുന്നത്. നോക്കൂ, പൊന്നൊത്ത ശീലം ശിവസാധനം, പൊന്നുപോലെ പ്രകാശമുള്ള വിലപിടിപ്പുള്ള ഒരു സാധനാക്രമമാണ് ശിവസാധനം. ഭൂതിയോട് സന്മാർഗം മഹാജ്ഞാനം. ഈ സാധനാക്രമം പിന്തുടർന്നവർക്കെല്ലാം എന്ത് സംഭവിക്കും? സന്മാർഗത്തിലൂടെ മഹാജ്ഞാനം ലഭിക്കും. പിന്നെയോ ദുർമാർഗമേതും തന്നെ തോന്നാതിരിക്കും. ഒരിക്കലും ദുർമാർഗത്തിലൂടെ അയാൾ സഞ്ചരിക്കില്ല. പിന്നെയോ ബോധവാനായിരിക്കും. അതായത് അയാളുടെ ഉള്ളിലെ ബോധം തെളിഞ്ഞ് പ്രകാശിക്കും. അറിവ്, ബോധം, അയാൾ തന്നെ അറിവായി ബോധമായി മാറും. സന്മാർഗമിവകളെല്ലാം നന്മയായി വരും ശുദ്ധശൈവർക്ക്. ഇതെല്ലാം ലോക നന്മയ്ക്കായിക്കൊണ്ട് അയാൾ സമർപ്പിക്കുകയും ചെയ്യും. ഇതാണ് മാർഗശൈവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ മാർഗശൈവത്തിലെ ഈ സത്തായ മാർഗത്തിലൂടെ ചരിക്കുന്നവർ ഈ മാർഗങ്ങളെല്ലാം, ഈ നന്മകളെല്ലാം എന്തു ചെയ്യുന്നു? ലോക നന്മയ്ക്കായി സമർപ്പിക്കുന്നു. അതാണ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നത്. ഈ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന, ശിവമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ഈ ശിവയോഗികൾ അവരുടെ നന്മകളെല്ലാം ലോകഹിതത്തിന് വേണ്ടി, ലോക നന്മയ്ക്കായിക്കൊണ്ട് സമർപ്പിക്കുന്നു. ഇതാണ് ഈ വരികളുടെ അർത്ഥം. നമുക്ക് നോക്കാം. പൊന്നുപോലെ സൂക്ഷിച്ച് അനുഷ്ഠിക്കേണ്ടതാണ് ശിവസാധനകളെല്ലാം തന്നെ. അങ്ങനെ അനുഷ്ഠിക്കുമ്പോൾ ഐശ്വര്യങ്ങളും അതേപോലെ തന്നെ സന്മാർഗ ചിന്തകളും വേദാദി സർവജ്ഞാനവും ആ ശിവജ്ഞാനിക്ക് കൈവരും. അപ്പോൾ ഈ മഹാസാധന അനുഷ്ഠിക്കുന്നവരെല്ലാം തന്നെ മറ്റുള്ളവരെ സന്മാർഗത്തിലേക്ക് നയിക്കാനും കെൽപ്പുള്ളവരായിരിക്കും. ദുർമാർഗങ്ങളിൽ നിന്ന് സത്മാർഗത്തിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ശക്തിയും ഈ ശിവയോഗികൾക്കുണ്ട്. അപ്പോൾ ഈ സന്മാർഗ സാധനയിലൂടെ നിത്യാനിത്യ വിവേകം, വൈരാഗ്യം, സമാധി ഗുണങ്ങൾ എല്ലാം തന്നെ ഒരു സാധകന് ലഭിക്കുന്നതാണ്. ഇതാണ് മാർഗശൈവത്തിൻ്റെ, സന്മാർഗശൈവത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെയുള്ള ശിവയോഗികൾ ലോകത്തെ ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗത്തിലേക്ക് അവരുടെ മഹത്തായ തപസ്സിൻ്റെ ഫലമായി കിട്ടിയ ബോധം കൊണ്ട് നയിക്കുന്നതായിരിക്കും എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് ശിവയോഗികളുടെ കഥകൾ നമുക്ക് തമിഴകത്ത് കാണാവുന്നതാണ്. ഇപ്പോൾ 63 നായനാർമാരിൽ ചിലരെ കുറിച്ചിട്ടുള്ള ചില കഥകളുണ്ട്. അത് പെരിയ പുരാണം എടുക്കുമ്പോൾ നമുക്കത് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മഹാസിദ്ധന്മാർ നിറഞ്ഞ ഒരു ലോകമായിരുന്നു പണ്ട് കാലത്ത് തമിഴകം. ഈ അടുത്ത കാലത്ത് പോലും, അതായത് 1880കളിൽ, അതായത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ തന്നെ ഉണ്ടായ വളലാർന്ന രാമലിംഗസ്വാമികൾ. ഈ രാമലിംഗസ്വാമികൾ
ഉരുത്തിരിച്ച അല്ലെങ്കിൽ നടപ്പിലാക്കിയ ഒരു സന്മാർഗ സഭയുണ്ട്. 1827 തോന്നുന്നു വള്ളലാർ ഈ സന്മാർഗ സഭ രൂപീകരിച്ചത്. അതായത് എല്ലാവർക്കും അന്നദാനം, ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. എല്ലാവർക്കും അന്നദാനം കൊടുക്കുക, അവരെ സന്മാർഗത്തിലേക്ക് നയിക്കുക, മാർഗശൈവത്തിലേക്ക്. ശൈവം എന്നുള്ളത് ഇവിടെ വിശുദ്ധിയാണ്, സത്തായ മാർഗം. ആ സത്തായ മാർഗത്തിലേക്ക് നയിക്കുന്ന ഒരു മഹാപ്രവർത്തന ശൈലിയാണ്, ഒരു സോഷ്യൽ റിഫോർമറുടെ മഹാജോലിയാണ് ശൈവയോഗിയായ ശിവയോഗിയായ തിരുമൂലരുടെ ശിഷ്യനായ വള്ളലാർ എന്ന രാമലിംഗസ്വാമികൾ നടത്തിയത്. രാമലിംഗസ്വാമികളുടെ കവിതകളും അതുപോലെ പ്രവർത്തനങ്ങളും വലിയൊരു മാറ്റമാണ് ദ്രാവിഡ ദേശത്തുണ്ടാക്കിയത്. ദ്രാവിഡ ദേശത്ത് മാത്രമല്ല, അത് ഭാരതം മുഴുവനും വ്യാപിക്കുകയും ചെയ്തു. ഈ നവോത്ഥാനം വേണ്ട പോലെയൊക്കെ പഠിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ കേരളത്തിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ പിന്നിലും വള്ളലാരുടെ ഈ സന്മാർഗ സഭയുടെ പ്രവർത്തനങ്ങളൊക്കെ വളരെയേറെ സഹായിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് നന്മകൾ സന്മാർഗ ജീവിതത്തിലേക്ക്, ശിവമാർഗത്തിലേക്ക് നയിക്കുന്ന ഒട്ടനവധി മഹാരഥന്മാർ, മഹാശിവയോഗികൾ തമിഴകത്തും അതേപോലെ ദ്രാവിഡ ദേശത്തും ഒരു കാലത്തെന്ന് വെച്ചാൽ കഴിഞ്ഞ ആ 19-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് നാം മനസ്സിലാക്കുക. കേരളത്തിൽ വരുമ്പോൾ നമുക്ക് ശ്രീനാരായണ ഗുരുദേവനെയും ചട്ടമ്പി സ്വാമികളെയും അതുപോലെ വൈകുണ്ഠസ്വാമികളെയും അതേപോലെ തൈക്കാട്ടയ്യാസ്വാമികളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയേണ്ടി വരും. അപ്പോൾ ഇതാണ് മാർഗശൈവത്തിൻ്റെ പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത പാഠത്തിലേക്ക് എടുക്കാം. കേടകന്നുള്ള സാധുവിന് കറയറ്റ വേദാന്തം തെളിഞ്ഞു കിട്ടും, സിദ്ധാന്തത്തിൻ്റെ പാടറും സമരസൻ ജ്ഞാനോദയ പ്രകാശക്കൊടിയും പിടിച്ച് ശുദ്ധശൈവത്തിൽ നിൽക്കുമെന്നും. അയാളിപ്പോഴും ശുദ്ധശൈവത്തിൽ തന്നെ ജീവിക്കുന്ന ആളായിരിക്കും ഈ ശിവയോഗി. എങ്ങനെ? കേടകന്നുള്ള സാധു, യാതൊരു കേടും യാതൊരു മാലിന്യമില്ലാത്ത പരിശുദ്ധമായ ഹൃദയമുള്ള പരിശുദ്ധമായ സ്വഭാവമുള്ള ഈ ജ്ഞാനമാർഗത്തിലൂടെ, ഈ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന ശിവസാധു കറയറ്റ വേദാന്തിയായിരിക്കും. വേദത്തിൻ്റെ അന്തമായ വേദാന്തം, ആഗമദർശനം ഉൾക്കൊള്ളുന്നവനായിരിക്കും. എന്താണ് ആ ആഗമദർശനത്തിൻ്റെ കാതൽ? അൻപേ ശിവം. ശിവം എന്ന് പറയുന്നത് സ്നേഹം തന്നെയാണ്. സ്നേഹമല്ലാതെ മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഇതാണ് സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പോൾ അൻപേ ശിവം എന്നുള്ളതാണ് സിദ്ധാന്ത സത്യം. പിന്നെയോ സമരസ ജ്ഞാനോദയ പ്രകാശവും അയാൾക്കുണ്ടാകും. അയാൾ ജ്ഞാനത്തിൻ്റെ പ്രകാശമുള്ള ആളായിരിക്കും. ജ്ഞാനപ്രകാശം എപ്പോഴും അയാളിൽ ജ്വലിച്ചിരിക്കും. ഇതാണ് വള്ളലാർ തൻ്റെ ദർശനമായി കരുതിയിരുന്നത്. അതായത് അരുൾ പെരും ജ്യോതി തനിപ്പെരും കരുണൈ അരുൾ പെരും ജ്യോതി. ഈ ശിവപ്രകാശം, ഈ ശിവസ്നേഹം എല്ലായിടത്തേക്കും പ്രകാശിപ്പിക്കാനുള്ള ആ ജ്യോതി അവരുടെ ഹൃദയത്തിൽ നിന്ന് ജനമധ്യത്തിലേക്ക് ഒഴുകിയെത്തും. ഇതാണ് അരുൾ പെരും ജ്യോതി. അത് സ്നേഹജ്യോതിയാണ്. സ്നേഹജ്യോതിയായ ഈ അരുൾ പെരും ജ്യോതി എന്തുണ്ടാക്കുന്നു? കരുണ. അരുൾ പെരും കരുണ ദയ. ദയ എന്നുള്ളത് മനുഷ്യ സ്നേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ്. പിന്നീടത് ബുദ്ധമതത്തിൻ്റെ ഒരു തത്വമായി തന്നെ വികസിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരുൾ പെരും കരുണ എന്നുള്ളത് ശൈവ സിദ്ധാന്തത്തിൻ്റെ കാതൽ കൂടിയാണെന്ന് ഓർക്കുക. അങ്ങനെയുള്ളവർ ശുദ്ധശൈവത്തിൽ നിൽക്കും എന്നും, ഇവർ ശുദ്ധശൈവ ജ്ഞാനികളായിരിക്കും. ഇവർ
അരുൾ പെരും ജ്യോതി, അരുൾ പെരും കരുണ പ്രപഞ്ചത്തിലാകെ പടർത്തുന്നു. അരുൾ പെരും ജ്യോതി എന്ന് പറഞ്ഞാൽ ബോധോദയം, ജ്ഞാനോദയം, അറിവ്. ആ അറിവേത അൻപേ ശിവം എന്ന മഹാജ്ഞാനം എവിടെയും സാക്ഷാത്കരിക്കുന്ന ശിവയോഗികളാണ് ഈ ശുദ്ധശൈവത്തിൽപ്പെടുന്നവർ. പിന്നെയോ സത്തും അസത്തും താനേ വേർപെട്ടിരിപ്പോനായി ചിത്തോട് അജിത്തിനെയും അറിയാതിരിക്കുവോനായി മുക്തിയെ ആനന്ദശക്തിയിൽ മുങ്ങിയോനായി സിദ്ധിയിൽ വാഴും ജ്ഞാനി എപ്പോഴും താനേ താനായിരിക്കുന്നു. താൻ താനായിരിക്കുന്ന അവസ്ഥ, താൻ ശിവനായിരിക്കുന്ന അവസ്ഥ, ഞാനായിരിക്കുന്ന അവസ്ഥ. അതാണ് ആത്മവിചാരത്തിൻ്റെ ഏറ്റവും ഉന്നതമായ ജ്ഞാനപ്പടിയിൽ എത്തിച്ചേർന്നവർ മനസ്സിലാക്കുന്നത്. ശിവോഹം, ഞാൻ ശിവനാണ്. അതെങ്ങനെയാണ്? സത്തും അസത്തും താനേ വേർപെട്ട്, സത്തേതാണ് അസത്തേതാണ് ഇത് രണ്ടും ഏറ്റവും അവസാനത്തെ പടിയിൽ ഉപേക്ഷിക്കും. സത്തിനെയും അസത്തിനെയും ഉപേക്ഷിക്കുന്നവർ. പിന്നെ ചിത്തോടും അജിത്തും, ചിത്തും അജിത്തും അതിനും അപ്പുറം കടന്നവർ. അപ്പോൾ സത്തിനും ചിത്തിനും, സത്തിനും അസത്തിനും ചിത്തിനും അജിത്തിനും അപ്പുറം കിടന്നവരാണ് ശിവയോഗികൾ. താനായിരിക്കുന്ന അവസ്ഥ. മുക്തിക്ക് അകത്ത് ആനന്ദശക്തിയിൽ മുങ്ങിയോനായി, മുക്തിയിൽ തന്നെ, മോക്ഷ അവസ്ഥയിൽ തന്നെ ആനന്ദശക്തിയിൽ, ആനന്ദമാകുന്ന ശക്തിയിൽ, ആ ശക്തിയിൽ മുഴുകിയിരിക്കുന്നവരാണ് ഈ ശിവയോഗികൾ. അവർ എങ്ങനെയുള്ളവരാണ്? സിദ്ധിയിൽ വാഴും ജ്ഞാനി. അനേകം സിദ്ധികൾ ഇവർക്കുണ്ടാവും. ആ സിദ്ധിയിൽ വാഴുന്ന ജ്ഞാനി. ഇതൊക്കെ ലോക നന്മയ്ക്കായിക്കൊണ്ട് അവർ സമർപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് തമിഴിൽ യോഗിയെ തൊണ്ടൻ എന്നാണ് വിളിക്കുന്നത്. തൊണ്ടൻ എന്ന് വെച്ചാൽ സേവകൻ എന്നാണ് അർത്ഥം. സേവനം ചെയ്യുന്നവർ, മറ്റുള്ളവർക്ക് കരുണ കൊണ്ട് സേവനം ചെയ്യുന്നവരാണ് തൊണ്ടൻ. ഭക്തൻ, ഏറ്റവും വലിയ ഭക്തൻ കൂടിയാണവർ. അപ്പോൾ ഏറ്റവും വലിയ ഭക്തിയും ഏറ്റവും വലിയ സേവനവും ഒന്ന് തന്നെയായി മാറുന്ന അവസ്ഥ, ഭക്തി സേവ എന്ന് നമുക്കതിനെ പേരിട്ട് വിളിക്കാം. അവർ എങ്ങനെയുള്ളവരായിരിക്കും? എപ്പോഴും ജ്ഞാനലോകത്ത്, ജ്ഞാനമണ്ഡലത്തിൽ വിഹരിക്കുന്നവരായിരിക്കും. അയാളെപ്പോഴും താനായിരിക്കുന്ന അവസ്ഥ, ഞാനായിരിക്കുന്ന അവസ്ഥ, എന്നിലെ ബോധത്തെ, എന്നിലെ ഞാനെ, എന്നിലെ ശിവനെ സാക്ഷാത്കരിച്ചവരായിരിക്കും അവർ. ഇതാണ് തിരുമൂലദേവൻ മാർഗശൈവത്തിലെ ആദ്യ ഭാഗത്ത് പറയുന്നത്. നമുക്ക് ശതരുദ്രീയത്തിൽ ഈ പ്രാർത്ഥനകളാണ് പണ്ട് മുതലേ നാം കേട്ടുകൊണ്ടേയിരുന്നത്. ശതരുദ്രീയത്തിലെ പ്രാർത്ഥനകളെല്ലാം തന്നെ ഈ അവസ്ഥയിലേക്ക്, ഏത് ശുദ്ധശൈവത്തിലേക്ക്, ഈ ജ്ഞാനശൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള പ്രാർത്ഥനകളാണ് ശതരുദ്രീയത്തിൽ നാം നിറയെ കേട്ടുള്ളത്. ഇതാ നോക്കൂ, അതിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. നോക്കൂ, അതിൽ ഒരു ഭാഗം മാത്രം. ഈശ്വരൻ പണ്ഡിത പാമരന്മാർക്ക് ഒരുപോലെ പ്രത്യക്ഷനാണ്. ആ ദർശനം തന്നെ അടിയങ്ങളെ ആനന്ദിപ്പിക്കണമേ എന്നാണ് ശതരുദ്രീയത്തിൽ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നത്. നോക്കൂ, ആ ഭാഗം ഇതാണ്. അസൗ യോ അവസർപ്പതി നീലഗ്രീവോ വിലോഹിത ഉദൈനം ഗോപ അദൃശ്യന്നദൃശ്യന്നദർഹാരയ ഉദൈനം വിശ്വഭൂതാനി സാദൃഷ്ടോ മൃഡയാതി ന എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതിൻ്റെ അർത്ഥം ഞാൻ വായിക്കാം. കാളകൂടധാരണം കൊണ്ട് കഴുത്തിൽ നീല നിറമുള്ളവനും കത്തിജ്വലിക്കുന്ന തീ പോലെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നവനും ആദിത്യമണ്ഡലത്തിൽ അന്തർവർത്തിയും ആദിത്യരൂപനുമായ രുദ്രനെ ഞങ്ങൾ കാണുന്നു. അതുപോലെ വെള്ളം ചുമക്കുന്ന സ്ത്രീകളും രുദ്രനെ കാണുന്നു. കൂടാതെ വേദവേദ്യനായ ആ രുദ്രനെ എല്ലാ ഭൂതങ്ങളും കാണുന്നു. അങ്ങനെ കാണപ്പെടുന്ന ആ രുദ്രൻ നമുക്ക് സുഖമരുളട്ടെ. അപ്പോൾ കണ്ണുള്ളവർക്കെല്ലാം കാണാൻ കഴിയുന്ന
രുദ്രൻ. അത് ഗോപാലന്മാർക്കും സാധാരണ വെള്ളം കോരുന്ന സ്ത്രീകൾക്കും അങ്ങനെ സാധാരണക്കാരനായവർക്കും വേദവേദ്യന്മാർക്കും എല്ലാം തന്നെ ഒരുപോലെ കാണപ്പെടുന്നവനാണ് ഈ രുദ്രൻ. ആ രുദ്രനെ ഭൂതങ്ങളും കാണുന്നു. അങ്ങനെ കാണപ്പെടുന്ന ആ രുദ്രൻ നമ്മൾക്ക് സുഖമരുളട്ടെ എന്നാണ് ശതരുദ്രീയത്തിൽ പ്രാർത്ഥന നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അനേകം സ്തുതികൾ കൊണ്ട്, മന്ത്രസ്തുതികൾ കൊണ്ട് മുഖരിതമായിരുന്നു ഒരു കാലത്ത് ഭാരത പുണ്യദേശം. അതുകൊണ്ടാണ് ആ ഭാരതത്തെ പുണ്യദേശം, പുണ്യഭൂമി എന്നൊക്കെ വിളിക്കാൻ ഇടയായത്. ആ പുണ്യ ലോകത്തിലേക്ക് നമുക്ക് വീണ്ടും പ്രവേശിക്കാം. ഓം ശിവായ തിരുമൂലർ ദേവായ നമഃ.